STPI ഓഫീസുകളിൽ രാജ്യവ്യാപക റെയ്ഡിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തും പ്രതിഷേധം. റെയ്ഡ് നടക്കുന്ന ഓഫീസുകൾക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. മലപ്പുറം ഓഫീസിലെ റെയ്ഡ് പൂർത്തിയാക്കി ഇഡി മടങ്ങി. ഹാർഡ് ഡിസ്ക്, ഓഫീസ് മൊബൈൽ ഫോൺ, രസീത് ബുക്കുകൾ, ലഘുലേഖകൾ തുടങ്ങിയവ ഇഡി പിടിച്ചെടുത്തു. റെയ്ഡിന് കാരണം പാർട്ടിയുടെ രാജ്യവ്യാപക വഖഫ് പ്രതിഷേധമെന്ന് STPI നേതാക്കൾ പറഞ്ഞു. വഖഫ് രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്വത്ത് വകകളെ RSSന്റെ തിട്ടൂരത്തിനനുസരിച്ച് കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിഷേധങ്ങൾ, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഉയർത്തി. ആ പ്രതിഷേധങ്ങൾ ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഇഡിയുടെ ഈ റെയ്ഡ്. വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ സനലും ഒപ്പം മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് ഷംസീറും. ആദ്യം ഗോപാലിലേക്ക്. ഗോപാൽ, തിരുവനന്തപുരത്ത് പരിശോധന പൂർത്തിയായോ? എന്തെല്ലാം രേഖകൾ ഓഫീസുകളിൽ നിന്ന് ഇഡി പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ? ഒപ്പം പ്രതിഷേധം എങ്ങനെ? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ 9:30 മുതലാണ് തിരുവനന്തപുരത്തെ ഓഫീസിൽ, സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഈ പരിശോധന ആരംഭിച്ചത്. ആ പരിശോധന ഇപ്പോഴും തുടർന്നു വരികയാണ്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസമാണ് STPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ ഇഡി കസ്റ്റഡിയിലെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലാണ് MK ഫൈസിയെ കസ്റ്റഡിയിലെടുത്തത്. അതിൽ ഇഡി കൃത്യമായ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് കേരളത്തിലെ രണ്ടിടങ്ങളിൽ, മലപ്പുറത്തും തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പരിശോധന നടത്തിയത്. സംസ്ഥാന ഭാരവാഹികളടക്കം ഇപ്പോഴും ആ പരിശോധന നടക്കുന്ന ഹാളിലുണ്ട്, അല്ലെങ്കിൽ ആ ഓഫീസിലുണ്ട്. ആ പരിശോധന ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഈ പരിശോധന ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ STPI പ്രവർത്തകർ ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി സംഘടിച്ച് ഈ ഓഫീസിൻ്റെ മുമ്പിലെത്തി അവർ അവിടെ ഏറെ നേരം പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തുടരുകയും ചെയ്തിരുന്നു. ഇതിൽ അവർ പ്രധാനമായും ഉന്നയിക്കുന്ന വഖഫ് സമരവുമായി ബന്ധപ്പെട്ട പ്രതികാരം തീർക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും, ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ തുടർച്ചയായ ആരോപണങ്ങൾ ഉയർത്തുന്നത് കൊണ്ട് തന്നെ STPI നിശബ്ദമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഇത്തരത്തിൽ ഇതുവഴി ഉദ്ദേശിക്കുന്നതെന്ന്, അത് അത്തരം ഇടപെടലുകൾക്കൊന്നും വഴങ്ങിക്കൊടുക്കില്ല എന്നും, എന്ത് സംഭവിച്ചാലും സംസ്ഥാന നേതാക്കളെയും സംഘടനയെയും സംരക്ഷിക്കുമെന്നുമുള്ള പ്രഖ്യാപനത്തോടു കൂടിയൊക്കെ ആയിരുന്നു തിരുവനന്തപുരത്ത് ഈ സമരം നടന്നത്. ഇപ്പോഴും ആ പ്രതിഷേധ സമരവും അതിനോടൊപ്പം തന്നെ ഈ ഇഡി പരിശോധനയും അവിടെ തുടരുകയാണ്.